വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ടും ഈശോയുടെ തിരുവചനത്തെ സ്നേഹിച്ചുകൊണ്ടും ഇന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോട് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കേണ്ട തിരുവചനം ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച് അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച ജോബ്. സ്നേഹം നിറഞ്ഞവരെ, അനുദിനം ഓരോ ദിവസത്തിലും നമ്മുടെ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: തിന്മയിൽ നിന്ന് അകന്ന് എന്നുള്ളതും, 2 ദൈവഭക്തനായി നമ്മൾ ജീവിക്കുക എന്നുള്ളതും. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ പലപ്പോഴും പലതും ആകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പലതും ആകുവാനായിട്ട്. ഇങ്ങനെയൊന്ന് ആകുവാനായിട്ട് ആഗ്രഹിച്ചാൽ എന്താണ്? അതായത് ദൈവഭക്തനായി തീരുക എന്നുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, അതിനുവേണ്ടി പരിശീലിക്കണം. ദൈവത്തിൻ്റെ ഭക്തനായി ജീവിക്കാൻ അതെങ്ങനെയാണ് സാധിക്കുക? അതിന് സാധിക്കുന്നത് തിന്മയിൽ നിന്ന് അകലുമ്പോഴാണ്. മനഃപൂർവ്വം അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും അത് നന്നായിട്ട് നോക്കി തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ഭക്തനായി മാറും. ഈ ദിവസം നമ്മുടെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയുടെ തിരുമുഖത്തെ ആരാധിച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയുടെ ഭക്തനായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മയുടെ ചിന്തകൾ, പ്രവൃത്തി മേഖലകൾ, സാഹചര്യങ്ങൾ, അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങയെ ഭക്തനായിട്ട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്കൊരു ഗാനത്തിൻ്റെ ഈരടിയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വചനം ഇതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന
ഓരോ വാക്കുകൊണ്ട് ആണ് ജീവിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വന്ന ഓരോ വാക്കുകൾക്കും, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കുകൾക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കുകൾക്കും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം അത് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണ്. ആ വാക്കുകളെ നമ്മൾ അത് സ്വീകരിക്കണം. നമ്മളെപ്പോഴും വചന പ്രഘോഷണങ്ങളിലും ധ്യാനങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ആ വചനം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമായിട്ട് ഭക്ഷണം, നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട് വചനത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തിനും സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടിയും. അതുകൊണ്ട് വചനത്തിലെ ഓരോ വാക്കുകളും അത് വെറുതെ കേൾക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് നാവിൽ നിന്ന് വന്ന ഈശോയുടെ നാവിൽ നിന്ന് വാക്കുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. ഈശോയുടെ വചനത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ നിന്നും ഒരു വാക്ക് തിരഞ്ഞെടുക്കുക. ഒന്ന്, ദൈവം സ്നേഹമാകുന്നു, ഞാൻ കരുണയുള്ളവനാകുന്നു. അങ്ങനെ ഒരു വാക്ക് തിരഞ്ഞെടുക്കുക. ആ വാക്ക് മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് നാളത്തെ ദിവസം രാത്രിയിൽ വരെ ഉറങ്ങാൻ പോകുന്നതിന് വരെ ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികളും വിചാരങ്ങളും വാക്കുകളും ഒക്കെ സംസാരിക്കുന്ന സമയത്തുമൊക്കെ മനസ്സിൽ ആ വാക്കുകൾ നമുക്ക് മനസ്സിൽ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ. നമുക്ക് ഇന്ന് സ്നേഹിക്കേണ്ട വചനം ഇതാണ്. ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ